നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ബത്തേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ കൊലവിളി പ്രസംഗം. മയ്യത്ത് കട്ടിലിന് കാലുപിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണമെന്നാണ് ലീഗ് നേതാക്കളോട് ഡിവൈഎഫ്ഐ നേതാവ് വെല്ലുവിളിച്ചിരിക്കുന്നത്, കൊലവിളി മുഴക്കിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് ലിജോ ജോണിയാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയത്. അതായത് മയ്യത്ത് കട്ടിലിന് കാലുപിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വാ എന്നതടക്കമുള്ള ഒരു കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവ്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബത്തേരി മുനിസിപ്പാലിറ്റി UDF പിടിച്ചതിലെ വിജയാഘോഷം മുസ്ലിം ലീഗും CPM പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചയാണ്. കേസിൽ ജയിലിലായ CPM പ്രവർത്തകർക്ക് സ്വീകരണം ഏർപ്പെടുത്തിയ യോഗത്തിലായിരുന്നു ഡിവൈഎഫ്ഐ നേതാവ് വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ലീഗ് നേതാക്കളുടെ കൈ തല്ലിയൊടിച്ചാണ് CPM നേതാക്കൾ ജയിലിൽ പോയതെന്നും ആരും പിന്തിരിഞ്ഞോടിയില്ല എന്നുമായിരുന്നു ലിജോ ജോണിയുടെ വാക്കുകൾ. നേരത്തെ നമ്മൾ കണ്ണൂർ പാനൂരിൽ കണ്ട കാഴ്ച, കണ്ണൂർ പാനൂരിൽ കൊലവിളി അടക്കം തുടർന്നിരുന്ന സാഹചര്യം, ബോംബ് എറിയുന്ന ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് റെഡ് ആർമി രംഗത്ത് വന്നത്. CPM സൈബർ ഗ്രൂപ്പായ റെഡ് ആർമിയിലായിരുന്നു ഭീഷണി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാനൂർ സഖാക്കൾ പഴയതൊക്കെ വിട്ട് കാശിക്ക് പോയിട്ടില്ലെന്നും FB പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നൂഞ്ഞമ്പ്രം സഖാക്കൾ എന്ന അക്കൗണ്ട് വഴിയായിരുന്നു കൊലവിളി മുഴക്കിയത്. CPM സ്തൂപം തകർത്ത ലീഗുകാരെ ഖബറടക്കുമെന്നുമായിരുന്നു ഭീഷണി. അതിനിടെ പാനൂരിൽ നിന്ന് 2 നാടൻ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. 4-ാം ദിവസവും പാനൂർ പാറാട് മേഖലയിൽ രാഷ്ട്രീയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിലായിരുന്നു CPM സൈബർ ഗ്രൂപ്പുകളുടെയൊക്കെ പ്രവർത്തനം. സ്റ്റീൽ ബോംബ് എറിയുന്ന ദൃശ്യങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതിനൊപ്പം ഭീഷണി മുഴക്കിയിരുന്നു. അതായത് പാനൂർ സഖാക്കൾ പഴയതൊക്കെ വിട്ട് കാശിക്ക് പോയിട്ടില്ല, നൂഞ്ഞമ്പ്രം സഖാക്കൾ എന്ന അക്കൗണ്ട് വഴി കൊലവിളി മുഴക്കിയിരുന്നു. വിജയാഹ്ലാദത്തിനിടെ പാറാടുള്ള CPM സ്തൂപം ലീഗ് പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ഇവരെ ഖബറടക്കുമെന്ന് സോഷ്യൽ മീഡിയ വഴി ഭീഷണി മുഴക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ ഒരു ഭീഷണി കൂടി വരുന്നത്. അതേസമയം ഈ സംഘർഷങ്ങൾ നടക്കുന്നതിനിടെ കണ്ണൂർ പാനൂർ കുറ്റേരിയിൽ ശ്രീനാരായണ മഠത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് എത്തി അത് നിർവീര്യമാക്കുകയും ചെയ്തു. മേഖലയിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ACPയുടെ നേതൃത്വത്തിൽ രാത്രിയിലും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം വടിവാൾ ആക്രമണങ്ങളും കല്ലേറും പാർട്ടി ഓഫീസുകളും സ്തൂപങ്ങളും പരസ്പരം ആക്രമിച്ചിട്ടും സമാധാന ശ്രമങ്ങൾക്ക് CPMന്റെയോ ലീഗിന്റെയോ നേതൃത്വം ഇടപെട്ടില്ല എന്ന രൂക്ഷ വിമർശനവും ആ സമയത്ത് ഉയർന്നതാണ്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുത്തതിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിലേക്ക് CPM പ്രവർത്തകർ അതിക്രമിച്ചെത്തിയതാണ് സംഘർഷത്തിന് തുടക്കമായത്. 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ ആയി. പാനൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ശനിയാഴ്ച വൈകിട്ട് കണ്ണൂർ പാനൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി CPM അക്രമം അഴിച്ചുവിട്ടത്. ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികൾ ചിലർക്ക് നേരെ വാള് വീശി. പാറാട് ടൗണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം 25 വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചത്. പാറാട് ടൗണിൽ ഇതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളടക്കം നടത്തിയിരുന്നു. ഇതിനിടയിലേക്ക് വാഹനങ്ങളെത്തിയ CPM പ്രവർത്തകർ UDFകാർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. കല്ലെറിഞ്ഞു, വടികൾ കൊണ്ട് തല്ലി, ലീഗ് ഓഫീസ് അടിച്ചു തകർത്തു. കല്ലേറിൽ പോലീസ് ബസിന്റെ ചില്ലുകൾ തകർത്തു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. UDF പ്രവർത്തകരെ തിരഞ്ഞ് വടിവാളുമായി വീടുകളിലേക്ക് പാഞ്ഞു കയറി. ചിലർക്ക് നേരെ വാളോങ്ങി. അരിശം തീരാഞ്ഞ് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു. മണിക്കൂറുകളോളം പാറാടും പരിസരത്തും ഇത്തരത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഒരുപാട് ഒരു സംഘർഷാവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത്. ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതേസമയം വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പ്രചാരണം നടത്തുന്നവരെ സർക്കാർ നിലയ്ക്ക് നിർത്തണമെന്നും വിഭാഗീയതയിലൂടെ നേട്ടം കൊയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും സംസ്ഥാന പ്രവർത്തക സമിതിയിലടക്കം പ്രമേയം വന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഇത്തരത്തിലൊരു പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. തെറ്റായ കാര്യങ്ങൾ പറയുന്നവരുടെ പേര് പറയേണ്ടതില്ല എന്നായിരുന്നു ന്യായീകരണം. കേന്ദ്ര സർക്കാരിന് സമാനമായി സംസ്ഥാന സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നുവെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് സമീപനമാണ്. പ്രതിപക്ഷ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തെ ചെറുക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം SCRൽ ജാഗ്രതാ ക്യാമ്പ് നടത്താനും ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് തലങ്ങളിൽ ജനുവരി 10-ന് പ്രവർത്തകരുടെ ക്യാമ്പ് നടത്തും. BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അനർഹർ വോട്ടർ പട്ടികയിൽ കയറിക്കൂടുന്നുവെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. SIRലൂടെയും ഇത് സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ CPM മേഖലകളിൽ പുറത്താക്കപ്പെട്ടവരുടെ എണ്ണം കുറവാണ്. BLOമാരെ ഉപയോഗിച്ച് CPM ചെയ്താണെന്നും ജനറൽ സെക്രട്ടറി PMA സലാം
കുറ്റപ്പെടുത്തിയിരുന്നു. ജനുവരി 15 മുൻപ് UDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നാണ് തീരുമാനം. അതിനു മുൻപ് ഉഭയകക്ഷി ചർച്ച നടക്കും. ലീഗിന് അധിക സീറ്റിന് അർഹതയുണ്ട്. മുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തും. മാത്രമല്ല UDF-ന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിക്കും. സീറ്റ് വെച്ചു മാറുന്നതിൽ പല ജില്ലാ കമ്മിറ്റികളും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോൺഗ്രസുമായി ആലോചിച്ച് തീരുമാനിക്കും. മാത്രമല്ല വിജയ സാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള പ്രഥമ പരിഗണന. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും ടേം വ്യവസ്ഥയിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും PMA സലാം വ്യക്തമാക്കുകയുണ്ടായി. ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പാനൂരിനടുത്ത് പാറാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണം വളരെ ശ്രദ്ധേയമാണ്. ഓഫീസിനുള്ള കൊടിതോരണങ്ങളും നേതാക്കളുടെ ചിത്രങ്ങളും കത്തി നശിപ്പിച്ചിരുന്നു. പാറാട് ടൗൺ ബ്രാഞ്ച് ഓഫീസിനുള്ളിലാണ് സാധനങ്ങളെല്ലാം തീയിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മേഖലയിലുണ്ടായ സംഘർഷത്തിനിടെ കെട്ടിടത്തിന്റെ എയർ ഹോളിലൂടെ ഓഫീസിനകത്തേക്ക് തീയിട്ടെന്നാണ് സംശയം. തിങ്കളാഴ്ച മേഖലയിൽ LDF ജനപ്രതിനിധികൾ സ്വീകരണം ഒരുക്കിയിരുന്നു. ഇതിനായി ഓഫീസ് തുറന്നപ്പോഴാണ് കൊടിതോരണങ്ങളും മറ്റും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചിരുന്നു. CPM-ന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതാണ്. എന്തായാലും ഈ കണ്ണൂർ പാനൂരിൽ നടന്ന സംഭവമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വയനാട് ബത്തേരിയിൽ DYFI നേതാവിൻ്റെ കൊലവിളി പ്രസംഗം. മയ്യത്ത് കട്ടിലിൽ കാല് പിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണമെന്നായിരുന്നു ലീഗ് നേതാക്കളുടെ DYFI നേതാവിൻ്റെ വെല്ലുവിളി. DYFI നേതാവ് ലിജോ ജോണിയാണ് ഭീഷണി മുഴക്കിയത്. എന്തായാലും ബത്തേരി മുനിസിപ്പാലിറ്റി UDF പിടിച്ചതിൽ വിജയാഘോഷം. മുസ്ലിം ലീഗും CPM പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലവിളി അടക്കം വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യം എങ്ങനെ അതിജീവിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായി മാറുകയാണ്. അതേസമയം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ലീഗിൽ തർക്കം രൂക്ഷമാകുകയാണ്. ശനിയാഴ്ച ലീഗ് ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെ തിക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് S കുഞ്ഞഹമ്മദിനെയും ട്രഷറർ TP അഹമ്മദ് ഹാജിയെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ശനിയാഴ്ച രാവിലെ 11ഓടെയാണ് തൃക്കരിപ്പൂർ ലീഗ് ഓഫീസിൽ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ട്രഷറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടന്നത്. ഇതിനിടയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനാർത്ഥിയായി TS നജീബിനെ ജില്ലാ മുസ്ലിം ലീഗ് പാർലമെന്റ് ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രഖ്യാപിച്ചതായുള്ള അറിയിപ്പ് വന്നു. ഇതിന് പിന്നാലെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുതിർന്ന നേതാക്കൾ ചർച്ചയ്ക്കെത്താത്ത സാഹചര്യവും യൂത്ത് ലീഗ് പ്രവർത്തകരെ ചൊടിപ്പിച്ചു. ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ ഓഫീസ് വിട്ട ഉടൻ ലീഗ് ഓഫീസിന് യൂത്ത് ലീഗ് പ്രവർത്തകർ വീണ്ടും പൂട്ടിയിടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.